മഴ നിലം തൊട്ടാൽ തിരുവനന്തപുരം ചാക്ക വെള്ളത്തിലാകും. പല തവണ മാതൃഭൂമി ന്യൂസ് ഇക്കാര്യം പങ്കുവച്ചിട്ടുള്ളതാണ്. എന്താണ് ഇതിന് പരിഹാരം? എന്ന് കാണും പരിഹാരം? അമൽ തെൻവർമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. കാര്യമായ മഴ പെയ്യുന്നില്ല. ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടാകുന്നത്. പക്ഷേ മലയോര മേഖലയിലെ പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനടക്കമുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ നിന്ന് ചാക്ക ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന വഴിയിലാണുള്ളത്. അവിടെ നേരത്തെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വെള്ളക്കെട്ട് പൂർണ്ണമായും ഇപ്പോൾ മാറിയിട്ടുണ്ട്. ശക്തമായ തിരമാല ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നിലവിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാവുകയും അത് റെഡ് അലർട്ടായി മാറുകയും ചെയ്തത്. അതിശക്തമായ കാറ്റും ഇന്നലെ വീശി. തലസ്ഥാന നഗരിയുടെ പലയിടങ്ങളിലായി മരം കടപുഴകി വീണിരുന്നു. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും പലയിടങ്ങളിലും മരം വീണ വീടുകൾക്കും മറ്റും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. 42 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു എന്നുള്ളതാണ് ഫയർഫോഴ്സിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് എന്ന് പറയുന്നത്. അതിൽ പല വീടുകളും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുമുണ്ട്. മലയോര മേഖലയിലാണ് ആ പ്രശ്നം കൂടുതലായി നിലനിൽക്കുന്നത്. ഇപ്പോഴെന്തായാലും മഴ മാറി നിൽക്കുന്നു. വരും മണിക്കൂറുകളിൽ എങ്ങനെയാകുമെന്നുള്ളത് കണ്ടറിയണം. വരുന്ന 3 മണിക്കൂറത്തെ മുന്നറിയിപ്പ് അനുസരിച്ചാണ് എങ്കിൽ ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകും. യെല്ലോ അലർട്ട് തന്നെയാണ്. അലർട്ടിൽ മാറ്റമുണ്ടാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ടതാണ്, മഴ വരാൻ താമസിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ കാലവർഷം എത്തുന്നതിന് ഏകദേശം ഒരു 10-25 ദിവസം മുൻപേ പൂർത്തീകരിച്ചു. പക്ഷേ അതിനുശേഷം മഴ എത്താൻ വൈകി. അപ്പോൾ മഴ എത്തിയപ്പോഴേക്കും വീണ്ടും മാലിന്യങ്ങൾ ഈ ഓടയിലേക്ക് എത്തി അവിടെ കുന്നുകൂടുന്ന സാഹചര്യമുണ്ടായി. പിന്നെ മഴ വന്നപ്പോൾ വെള്ളത്തിന് ഒഴുകി പോകാൻ ഒരു സ്ഥലവുമില്ലാതെ തിരുവനന്തപുരം നഗരം ആകെ വെള്ളക്കെട്ടായത് നമ്മൾ കണ്ടതാണ്. ആ ഒരു അവസ്ഥ ഇത്തവണ ആവർത്തിക്കില്ല എന്നുള്ളതാണ് കോർപ്പറേഷനും അധികാരികളും ഒക്കെ നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി, നഗരം നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പറയുന്ന സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓടയിലൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ മഴ തുടർന്ന് നിൽക്കുമ്പോൾ എന്താകും അവസ്ഥ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം.